പല കാര്യങ്ങളും ചെയ്യാനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ചില ആളുകൾ പറയും അത് ചെയ്യണ്ട, നിന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ. പലപ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കുമല്ലോ. ഒരാളും ഒരു നല്ല ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിന് തടസ്സം നിൽക്കാൻ ഒരുപാട് പേർ ഉണ്ടായിരിക്കും. ഇത് കേട്ട് പല ആൾക്കാരും പിന്തിരിയുകയാണ് പതിവ്. എന്നാൽ ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം മറ്റുള്ളവരുടെ നിരുത്സാഹപ്പെടുത്തലുകളെ അതിജീവിച്ച് മുന്നോട്ട് പോയവരാണ്. ഒരു കഥ ഇങ്ങനെയാണ്. ഒരു കൂട്ടം തവളകൾ ഒരു വലിയ പാറപ്പുറത്തേക്ക് ചാടിയെത്താൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യം പാറപ്പുറത്ത് എത്തുന്നയാൾ വിജയിക്കും. അങ്ങനെ തവളകൾ ഇങ്ങനെ മത്സരിക്കുകയാണ്. ഈ സമയത്ത് താഴെ നിൽക്കുന്ന, മത്സരിക്കാതെ നിൽക്കുന്ന ചില തവളകൾ, അതായത് ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. അവർക്ക് അവരുടെ ഒരു പ്രധാനപ്പെട്ട കലാപരിപാടി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ശ്രമിക്കുന്നവരുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുക, അവരെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ്. അത്തരത്തിൽ നിന്ന കുറച്ച് തവളകൾ അവർ എന്ത് ചെയ്തു? നീ ചാടണ്ട, കേറണ്ട, നിന്നെ കൊണ്ട് പറ്റില്ല എന്നിങ്ങനെ ഈ തവളകളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇത് കേട്ടുകൊണ്ട് കുറെ തവളകൾ എന്ത് ചെയ്തു? മടങ്ങിപ്പോയി. ഈ മത്സരത്തിൽ പങ്കെടുക്കാതെ മടങ്ങിപ്പോയി. മറ്റു ചിലർ ഈ പരിശ്രമിച്ച് മുകളിലെത്താൻ പറ്റാതെ താഴേക്ക് വീണു. മറ്റു ചില ആൾക്കാരാണെങ്കിൽ കുറെ പരിശ്രമിച്ചതിന് ശേഷം ശരിയാ, അവർ പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് സ്വയം വിചാരിച്ച് ഇതിൽ നിന്ന് പിന്മാറി. എന്നാൽ ഒരു തവള മാത്രം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു, നിരന്തരം ചാടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അത് ആ പാറപ്പുറത്ത് എത്തിച്ചേർന്നു. വിജയിയായ തവളയ്ക്ക് സമ്മാനം കൊടുക്കാൻ വന്നയാൾ ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും ആളുകൾ കൂട്ടത്തോടുകൂടി നിരുത്സാഹപ്പെടുത്തിയിട്ടും താങ്കൾ അതിനെ അതിജീവിച്ചത്? തവള ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു. അപ്പോഴും തവള നിശബ്ദത തുടർന്നു. കാരണം ആ തവളയ്ക്ക് കേൾവിശക്തി ഉണ്ടായിരുന്നില്ല. മറ്റ് തവളകൾ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് കരുതി ആ തവള അതിന്റെ ചാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയും ആ പരിശ്രമം ഒടുവിൽ വിജയിക്കുകയും ചെയ്തു. നമ്മുടെ പല ശ്രമങ്ങളും പരാജയപ്പെട്ടേക്കാം, പക്ഷേ ശ്രമിക്കാൻ നമ്മൾ പരാജയപ്പെടരുത്. ചുറ്റിലുമുള്ള ആളുകൾ കളിയാക്കിയിരിക്കാം, അതൊന്നും ശ്രദ്ധിക്കാതെ ലക്ഷ്യത്തിലേക്ക് കുതിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ കരുത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ വിജയം നമ്മുടെ പുറകെ വരും.